ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ലക്ഷ്മി നായർസ് ട്രാവൽ വ്ളോഗ്സ്. ഞാനിപ്പോഴും തൂത്തുക്കുടി ടൗണിലാണ്. ഇപ്പോൾ വൈകുന്നേരം കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇറങ്ങിയതാണ്. ഇവിടുത്തെ ഒരു BOC മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ട് വലിയ മാർക്കറ്റ് ഏരിയയാണ്. അങ്ങോട്ട് കയറാൻ പോകുന്നു. ഓൺ ദ വേ ഞാനിപ്പോൾ ഒരു ടോയ് ഷോപ്പ് കണ്ടു. അപ്പോൾ ഞാനിങ്ങനെ പെട്ടെന്ന് കണ്ടപ്പോൾ എനിക്ക് തോന്നി അത് നോക്കിയാലോ, കുടുംബങ്ങൾക്ക് വല്ല പറ്റിയതുണ്ടോ എന്ന് നോക്കാമെന്ന് വെച്ചു. ജസ്റ്റ് പുറത്തിങ്ങനെ ഇരിക്കുന്ന ഒരു സാധനം. ഇവിടുത്തെ പ്രത്യേകത എന്താ വെച്ചാൽ എല്ലാം വൺ വേസ് ആണ്. എല്ലാം നാഗർകോവിൽ പോലെ തന്നെയാണ് ഇവിടെയും വൺ വേ ആണ്. ഇങ്ങനെ കറങ്ങിക്കൊണ്ടേ ഇരിക്കണം ഒരു സൈഡിൽ നിന്ന്. അപ്പോൾ സെയിം കടകൾ റിപ്പീറ്റഡായിട്ട് നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കും. റോഡ് ക്ലിയർ ആയാലേ എനിക്ക് ക്രോസ് ചെയ്യാൻ പറ്റുള്ളൂ, പേടിയല്ലാതെ. പിന്നെ ഇതൊക്കെ എന്തുവാണെന്ന് ഞാൻ നോക്കാൻ. അല്ലേ, അവൻ്റെ ഒരു ഏജ് ഗ്രൂപ്പിന് പറ്റിയതാണോ? അതുപോലെ കുതിര ഒരു 2 ഇയേഴ്സിനൊക്കെ പറ്റിയതായിരിക്കുമല്ലോ അല്ലേ? യെല്ലോ കളറിലെ കുതിര, യെല്ലോ. ഞാൻ അതാ കണ്ടത്. ഇത് പാസ് ചെയ്തപ്പോൾ കണ്ടാണ്. പാട്ടൊക്കെ ഉണ്ടല്ലേ, കണ്ണൊക്കെ ഇങ്ങനെ കളർ ചെയ്ത്. 2 in 1 ആടാനും പറ്റും, ഡ്രൈവ്. വേറൊരു യെല്ലോ ഉണ്ടായിരുന്നു അവിടെ, യെല്ലോ. അതും കൂടി ഒന്ന് കൊടുക്കുമോ? കുറച്ച് ഹൈറ്റ് വന്നു. എന്നാ വില? ഇത് 1985. സെയിം. ഇതിങ്ങനെ ഇതല്ലേ നല്ലത്? ആണോ? ഇത് കുറച്ച് ലോ ആണ്, ഇരിക്കാനും സ്പേസ് ഉണ്ട്. പ്ലേ സ്കൂളിലൊക്കെ കിട്ടുന്ന സാധനമാണ് അല്ലേ? അവരെല്ലാം മേടിച്ചിട്ട് പോകണതാണ്. ഓക്കെ, കുറച്ച് സൈക്കിള് ഇഷ്ടംപോലെ സാധനം ഉണ്ട് കേട്ടോ. വേറെയില്ല ഇതുപോലത്തെ ഇതൊക്കെ ഉണ്ട് മോളുടെയിൽ. ഇങ്ങനത്തെ കാറെല്ലാം ഇങ്ങനത്തെ കാറുണ്ട്. ഇതൊക്കെ ഇങ്ങനെ ചവിട്ടി ഇങ്ങനെ പോകും, ഉരുട്ടി പോകും. ഇതാണെങ്കിലും അങ്ങനെയല്ലേ പറ്റുള്ളൂ അല്ലേ? ഇങ്ങനെ കാല് വെച്ച് ഉരുട്ടി പോകണം. ഇതിൽ ചവിട്ടാനൊന്നും പറ്റില്ലല്ലോ. എങ്ങനെ ചവിട്ടും? അല്ല, അത് വെറുതെ കയറാനാണ്. അല്ലാതെ സ്വന്തമായിട്ട് കാല് വെച്ച് പോകാനേ പറ്റുള്ളൂ അല്ലേ? ഓക്കെ, ഇതോ സെയിമാ? തുണി ഇതൊക്കെ എന്താ വില? ഇത് 865. ടെൻ്റ് ഉണ്ടാക്കാനായിട്ട് ഇരിക്കുമല്ലേ അതിനകത്ത്? കുട്ടികൾക്ക് ഇരിക്കാൻ പറ്റും. இந்த மாடல் சேஃப் மாடல் ஆர்மி கலர். ഇതിനകത്ത് കയറി ഇരിക്കാം അല്ലേ? ഇതെന്തോന്നാണ്? இதுவும் அதே தான், ஆனால் அந்த டிசைன்ஸ் இருந்தாக்கல ரேட் கொஞ்சம் கூட இந்த மாதிரி கூட ரேட் கூட 1185 1185 ഏത് ബെറ്റർ ഏതാണ്? 1085. 1085. ഓക്കെ, മനസ്സിലായി. ഓക്കെ, അതൊന്ന് തുറക്കാൻ പറ്റുമോ? ഇതൊരു മിലിറ്ററി സ്റ്റൈല്. ടെൻറ്റ്. ഇപ്പം അതൊക്കെ ഇഷ്ടമാണ്, ടെൻ്റെല്ലാം ഇങ്ങനെ ഒളിച്ചിരിക്കാനെല്ലാം. ഫിഷ് തീം. ഓക്കെ, ഇതെന്ത് ഷേപ്പായിരിക്കും? ആഹാ, இந்த ஓப்பன் ഇവിടെ ഓപ്പണിങ്, ഈ സൈഡിൽ ഓപ്പണിങ്. അത് കയറിയിരിക്കാം അല്ലേ? അപ്പോൾ ബേസിലും ഈ സ്റ്റിക്ക് കാണും അല്ലേ? ഉണ്ടാവും അല്ലേ? അതെല്ലാം ഫിക്സ് ചെയ്യാൻ പറ്റും. ആ, ഓക്കെ. ഇത് 1050, ഇത് 980, ഇത് 1085. ഓക്കെ, 2 കാര്യങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. ഒരു ടെൻറ്റ് വാങ്ങിച്ചത് ബ്ലൂ ആണ് വാങ്ങിച്ചപ്പോൾ, ഒരു ഓഷ്യൻ തീം. മറ്റേതാണെങ്കിൽ ഒരു ആർമി തീം, ആർമി ക്യാമ്പ്. പക്ഷേ ഇതും എനിക്ക് ഇഷ്ടപ്പെട്ടു, ഒരു ബേസ് ക്യാമ്പിൻ്റെ കളറ്. ഇത് പക്ഷേ അകത്ത് ലൈറ്റ് എത്തും, LED അങ്ങനെ. ഇത് സാധാ LED വരും. ഓക്കെ, അപ്പോൾ 2 കാര്യങ്ങളും മേടിച്ചു. കുടുംബങ്ങൾക്ക് ചെറിയ ഷോപ്പിംഗ്. ഇതാണ് നമ്മുടെ ഇത് 2 പർപ്പസ് ഉണ്ട്. ഇതുപോലെ ഇങ്ങനെ ആടുകയും ചെയ്യാം, ഇങ്ങനെ മൂവ് ചെയ്യാൻ കൊണ്ട് നടക്കുകയും ചെയ്യാം. ഡുവൽ പർപ്പസ്. താങ്ക് യു. യെസ്, ഇതൊരു പെട്ടെന്ന് കണ്ട ഒരു ഷോപ്പിംഗ് കേട്ടോ. കടയുടെ പേരെന്താ? സുധ നോവൽറ്റീസ്. യെസ്, നമ്മുടെ കളിപ്പാട്ടമൊക്കെ ആയിട്ട് പോകും. ഇവിടുത്തെ പ്രത്യേകത ഉണ്ട്, വെളിയിൽ തയ്യൽ മെഷീനുമായിട്ട് ആൾക്കാരുണ്ടാവും, ചെറിയ സ്റ്റിച്ചിങ്. ഇത് കോയമ്പത്തൂരും ചില സ്ഥലങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ട്. എന്തെങ്കിലും നമുക്ക് അറ്റകുറ്റപ്പണികളൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ കൊടുത്ത് അവർ ചെയ്തു തരും. ഇപ്പം തൽക്കാലം ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഇനി നമ്മുടെ ബാഗെല്ലാം വരുമ്പോൾ റീഅറേഞ്ച് ചെയ്യാം.
അങ്ങനെ VOC മാർക്കറ്റിൻ്റെ പരിസരത്തെത്തി. ആ ഒരു റോഡ് അകത്തേക്ക് കയറി പോകുന്ന സ്ഥലത്താണെന്നാണ് പറഞ്ഞത്. ഞാൻ ഓട്ടോ പിടിക്കാമെന്ന് വിചാരിച്ചു, അവർക്കാകുമ്പോൾ കറക്റ്റ് അറിയാമല്ലോ. ഇതൊരു ഹോൾസെയിൽ മാർക്കറ്റാണെന്ന് തോന്നുന്നു, ലോക്കൽ മാർക്കറ്റാണ്. കയറിയപ്പോൾ തന്നെ കുപ്പിവളകളിൽ നിന്നാണ് തുടങ്ങുന്നത്. ആഹാ, നൈസ് ഗ്ലാസ് ബാംഗിൾസ്, എല്ലാ കളേഴ്സും ഉണ്ട് കേട്ടോ. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ടൈപ്പാണ് ഇതെല്ലാം. അപ്പോൾ ഇത് മേടിക്കേണ്ട ഒരു ഏരിയയാണ്. തിരിച്ച് വരാം, ഒന്ന് റൗണ്ട് അടിച്ചിട്ട് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് തിരിച്ച് വരാം. പാത്രക്കടകൾ ചെറുതും വലുതും. ഇഡലി തെറ്റെല്ലാം ചെറുതെന്ന് നോക്കൂ, 3 ഉള്ളത്. കുട്ടി ക്യൂട്ട് സ്മോൾ 210 രൂപ. ഇത് നോക്കിയേ, ഇത് 4 ഉള്ളത് എന്താ വില? 410. ഇൻറ്റാലിയമാണ് കേട്ടോ. പൂച്ച ആയിരിക്കും ഉറങ്ങുന്നത് നോക്കൂ. ഇത് ശരിക്കും തരിയില്ല. അതായത് ഇവിടുത്തെ ഹോൾസെയിലായിട്ടൊക്കെ വാങ്ങുന്ന സാധാരണ ഒരു മാർക്കറ്റാണ്, ലോക്കൽ മാർക്കറ്റാണ് ഇവിടുത്തെ. പായ ചെറിയ എല്ലാം അങ്ങനത്തെ കാര്യങ്ങൾ ഇവിടെ. മാറ്റ്സ്, പിന്നെ അരി, പലവ്യഞ്ജനം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരുപാട് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ വരാൻ പറ്റിയ സ്ഥലമാണിത്. ഇങ്ങനെ സൈഡ് റോഡ്സ് പോലെയുണ്ട് 2 സൈഡിലും. കത്തി, അങ്ങനത്തെ കാര്യങ്ങൾ, കാല് വെച്ചരിയുന്ന ചരവ, കത്തി മുതലായ കാര്യങ്ങൾ. ഇത് ഹോൾസെയിൽ മാർക്കറ്റാ? ഓഹോ, ഇത് എന്തിനുള്ളതാ? സ്റ്റോറേജ് ആണോ? സ്റ്റോറേജ് ഇല്ല, പിന്നെ മണമകൾ ഗിഫ്റ്റ് കൊടുക്കാനാ? കല്യാണത്തിനൊക്കെ സാധനങ്ങൾ കൊടുക്കുന്നത്, അരി വെച്ചിട്ട്. പിന്നെ തേങ്ങ, സ്ത്രീധനം കൊടുക്കുന്നതോ? ഓ അത് ശരി. ഇതിലോ? ഓഹോ, അത് കൊള്ളാലോ. എന്താ വില ഇതൊക്കെ? 400 ഒക്കെ. ഇതിനകത്ത് അരിയൊക്കെ വെച്ച് കൊടുക്കും അല്ലേ കല്യാണ സമയത്ത്? ഓ കൊള്ളാലോ. ഇവിടെ വന്നിട്ടായിരിക്കും അവരെല്ലാം മേടിക്കുന്നത്. ചടങ്ങാണല്ലോ, ചില സിംബോളിക്കായിട്ട്. ഇതേ കംപ്ലീറ്റ് വീടിൻ്റെയും കടകളുടെയും ഫ്രണ്ടിൽ തൂക്കുന്ന ദൃഷ്ടിദോഷം വരാണ്ടിരിക്കാനുള്ള കാര്യങ്ങൾ. കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. അത് ഇങ്ങനത്തെ ദോശക്കല്ല. കൊള്ളാലോ. ഇത് എന്താ മെറ്റലാ? ഇരുമ്പ് തന്നെ. ഓഹോ, ഇത് ഷേപ്പ് നോക്കിയേ. ഇതൊക്കെ ദോശക്കല്ലാണ്, തവാസാണ്, സ്ക്വയർ ഷേപ്പിലെ തവ. ഇതെല്ലാം മെറ്റൽ. ഇത് കുറച്ചൊരു കുഴിയുള്ള ടൈപ്പ്. അത് മീൻ വറുക്കാനും ഒക്കെ നല്ലതായിരിക്കും, കുഴി ടൈപ്പ്. അല്ല ദോശ ഉണ്ടാക്കാം. ഇതൊക്കെ എന്നാ വില? ഇതെല്ലാം 450. ഓക്കെ, ഇതോ ഇരുമ്പ് തന്നെ? നല്ല ഭാരം. ഇതെന്നാ? തേങ്ങ ഇളക്കി എടുക്കുന്നല്ലേ? ഓ ഓക്കെ. ഇതൊക്കെ എന്ത് വില വരും? 1200. അമ്മടാ, നല്ല വെയിറ്റ്. 1200 മെറ്റൽ. പിന്നെ ഇങ്ങനത്തെ കാര്യങ്ങളുണ്ട്. കത്തി. പിന്നെന്താ ഇതെന്നാ കാര്യം? ഇത് സ്റ്റിക്ക് മാതിരി. ഇതെന്താണ്? എന്തിനുള്ളതാ? എതുക്ക്? സ്കൂളിൽ അടിക്കാനാ? ഇത്ര വലിയ എൻ്റെ അമ്മോ, ഇത് വെച്ചാൽ കുട്ടികളെ അടിക്കാൻ പോണേ സ്കൂളിൽ? അയ്യോ. പിന്നെ ഇതെല്ലാം താളിപ്പ് അല്ലേ? അല്ല, ഇത് ഓഹോ, ഇത് സാമ്പ്രാണി. പിന്നെ സാമ്പ്രാണി അല്ല, ഈ കർപ്പൂരമൊക്കെ സ്വാമിക്ക് പൂജ ചെയ്യാനുള്ള കാര്യം. അത് ഇറ്റാലിയത്തിൻ്റെ. ഇത് അതിൻ്റെ എല്ലാ സൈസും ഉണ്ട് ഇവിടെ, ബിഗ് ആൻഡ് സ്മോൾ, കുറേ കാര്യങ്ങൾ. എന്നാലും കുട്ടികളെ അടിക്കാനുള്ള ചൂരൽ കണ്ടിട്ടാണ് ഇത്രയും നീളം. പേപ്പർ റോസ്റ്റ് മാതിരില്ല. പിന്നെ കുപ്പിവളകളുടെ കളക്ഷൻ ഇവിടെയുണ്ട് കേട്ടോ. പക്ഷെ അവിടെയാണ് കുറച്ചുകൂടി നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ഫസ്റ്റ് ഷോപ്പിൽ ഫാൻസി കടകൾ, ഇതുപോലെ യൂട്ടിലിറ്റി കടകൾ. ചെന്നൈയിലൊക്കെ പോകുമ്പോഴും ഇതുപോലത്തെ മാർക്കറ്റ്സ് ഉണ്ട് കേട്ടോ, ചെന്നൈ സൈഡിൽ. ഇത് പൂജയുടെ കാര്യങ്ങളൊക്കെ കിട്ടുന്ന വെറ്റില, അങ്ങനത്തെ കാര്യങ്ങൾ, മഞ്ഞൾ, ഇതെല്ലാം പൂജ ആവശ്യങ്ങൾക്കുള്ള വളക്കട ഇഷ്ടം പോലെ ഉണ്ട്. കുപ്പി വള, കുപ്പി. ഇതെല്ലാം എന്നെ വില? ഡസൻ? മറ്റേതോ? ഇതോ? ഇതിനെന്താ പറയാ? ഗ്ലാസ് വളയ്ക്ക് എന്താ വില? ഇത് 30. ഓ അത്രേ ഉള്ളൂ. ഡസൻ 30. ഇതെല്ലാം മിനുക്ക് വള, എല്ലാം കുപ്പി വളകൾ തന്നെ.
ഇപ്പോൾ ആൾക്കാർക്ക് കുപ്പിവള ഭയങ്കര ക്രേസാണ്. എല്ലാം ഉണ്ട് കേട്ടോ. ഇത് നോക്കും, ഇഷ്ടം പോലെ ഉണ്ട്. റെയിൻബോ വളയുണ്ടോ? ഏത് ടൈപ്പ്? ഇപ്പോഴത്തെ ഒരു റെയിൻബോ പാറ്റേൺ. ഇത് തന്നെ റെയിൻബോ ഇങ്ങനത്തെ അല്ലേ? ഇതൊക്കെ എന്ത് വില? 110 ഡസൻ. ഓക്കെ, അത് പ്രത്യേകിച്ച് വെച്ചിരിക്കണം. ഇതെല്ലാം 30 40? ഓഹോ, അപ്പുറത്തെ കടയിൽ 30, ഇവിടെ 40. ഞാനിങ്ങനെ ചുമ്മാ വില ചോദിച്ചാൽ നടക്കുന്നതാണ്. ഇത് വെജിറ്റബിൾസ്, ഗൂർക്ക, കപ്പ. ഈ അങ്ങോട്ട് കുട്ടത്തി പാവയ്ക്ക, ചെറിയ പാവയ്ക്ക, ക്യൂട്ട്. നാട്ടുപാവയ്ക്ക. ചോളമുണ്ട്. ഇത് പീച്ചിങ്ങ, ഇത് ഇത് സലാഡ്. ഓക്കെ, ചെറിയ ടൈപ്പ് കത്തിരിക്ക, പലതരം പയർ, മാങ്ങ, കോവൽ. ഇതാണ് കഴുത്ത് നീണ്ട ചൊരക്കാസ്. പേയങ്ക ഇവരുടെയൊക്കെ ഫേവറേറ്റാണ്. പേയങ്ക ബജിയൊക്കെ ഉണ്ടാക്കുന്നതാണ്. ഇത് ഇവിടെ ആണെങ്കിൽ കൂമ്പൊക്കെ ഉണ്ട്. കൂമ്പ്, ഉള്ളി പലതരം, കുമ്പളങ്ങ, കപ്പ, ടൊമാറ്റോ. നല്ലതും ചീത്തയും ഇങ്ങനെ തിരഞ്ഞ് മാറ്റുകയാണ് കേടായതൊക്കെ. ഇതല്ല എന്നാ കളേഴ്സ്? ഓ, രംഗോളി. ഓക്കെ, കോലം ഇടാനുള്ള കളർഫുള്ളായിട്ടുള്ള പൗഡേഴ്സ്, കോലപ്പൊടികൾ, പല കളറിലെ കോലം. നമ്മളുടെ നാട്ടിലെ ഹോൾസെയിൽ ഒരു മാർക്കറ്റ് ഏരിയയിലൊക്കെ പോയാൽ എങ്ങനെയാണ് അതുപോലെയാണ്. പക്ഷേ ഇത് ഇവരുടെ നാട്ടിലെ ഏറ്റവും മൂവിങ് ആയിട്ടുള്ള ആവശ്യമുള്ള കാര്യങ്ങളായിരിക്കും ഇവിടെ ഉണ്ടാവുക. അപ്പോൾ നമുക്കത് അറിയാൻ പറ്റും. ഈ നാട്ടിലെ ആൾക്കാർ എന്താണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്, അവരുടെ ഒരു ഫുഡ് പാറ്റേൺ, അവരുടെ ലൈഫ് സ്റ്റൈൽ, കുറേ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കും. ഇതിങ്ങനെ പോകണം, ഒരു പാറ്റേണിൽ ഇങ്ങനെ പോകണം. ഇതെല്ലാം അങ്ങനെ തന്നെ. ഈ സൈഡ് ആ സൈഡിലുണ്ട്. ഓരോ ഏരിയയിൽ ഇങ്ങനെ. ഇനി കുറച്ച് വള വാങ്ങിക്കാം. നമുക്ക് വെജിറ്റബിൾസ് ഒന്നും വേണ്ടല്ലോ, കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. നമ്മൾ ഇന്ന് പോകണില്ലല്ലോ വീട്ടിൽ. ഇല്ലേ, ഹോൾസെയിൽ റേറ്റിന് വാങ്ങാൻ പറ്റും. നല്ല റെഡ്, ഓറഞ്ച്, ഗ്രീൻ. ഡസൻ ഇൻ്റെ സൈസ്? ഡസൻ 25. ഓക്കെ, അത് ഏറ്റവും കുറവാണ് അപ്പോൾ ഇവിടെയാണ്. റെഡ് എല്ലാം എടുക്കാം. ഇത് വരാது. என்னென்ன கலர் வேணும்? റെഡ്, ഓറഞ്ച്, പച്ച, മഞ്ഞ. ഓക്കെ, இது வந்து ஃபுல்லாவே போறது. ഫുള്ള് இப்போ வந்து சீசன். ஆ, கோயிலுக்கு டெம்பிளுக்கு கொடுக்குறாங்க. டெம்பிளுக்கா? ஆமா, அது சாமிக்கு வந்து ஒரு வளைகாப்பு. ഓ, സ്വാമിക്ക് വളകാപ്പാ? அதனால இது ஃபுல்லா போறது. இதை பிரிச்சு கொடுக்க முடியும். പാക്കറ്റോടെ കൊടുക്കുള്ളൂ അല്ലേ? പാക്കറ്റോടേ ഫുള്ളா. இது வந்து 250 വരും. ഓ, എനിക്ക് അത്രയും വേണ്ടല്ലോ. ഉങ്ങൾക്കില്ല. ഇങ്ങനെ കൊടുക്കാതാ? ഓക്കെ. പക്ഷേ തനിയെ കിട്ടുമോ? ഓക്കെ. இந்த மஞ்சள் வேணுமா? ആ, இது ஒரு கலர், இது ஒரு கலர், இது green color. ഇതും എടുത്തോളൂ. ഓക്കെ, 25 രൂപയേ ഉള്ളൂ ഒരു ഡസന്. അപ്പോൾ ഇത് വാങ്ങിക്കാം. പിന്നെ ഇങ്ങനെ ഇരിക്കുന്നത് നോക്കാം, ഈ ടൈപ്പ്. ഇതെന്താ പറയും? ഗ്ലാസ് ബാങ്കിളാ? അത് എങ്ങനെ വില? അതും അതേ വില തന്നെ. ഒരു ഷൈനിങ് ഉള്ള ടൈപ്പ്. ഇത് ഇപ്പോൾ വലിയ ഫാഷനാണ്. ഇത് കുപ്പിവള തന്നെ? 50. അല്ല, കുപ്പിവള തന്നെ, ഗ്ലാസ് വള തന്നെ. ഓക്കെ, 50 രൂപ. ഓക്കെ, ഗോൾഡ് പോലെ ഇരിക്കുന്നു അല്ലേ? അഗൈൻ ഇറ്റ്സ് ഓൾസോ നൈസ്. അല്ലോ, ഇത് കുപ്പിവള തന്നെ കേട്ടോ. ഇത് ഒരു ഡസൻ 50 രൂപ. ഇവിടെ ഇരിക്കുന്ന എല്ലാം ഡസന് കൂടുതലാ? ആണോ? ഓക്കെ, റൗണ്ട് ആയിട്ട് മേടിച്ചിട്ട്. ഇതിലും ഇത് வந்து 50 രൂപ. ആ, പറഞ്ഞു 50 രൂപ. ഞാൻ നാഗർകോവിലിൻ്റെ സ്ഥലത്ത് പോയി മേടിച്ച ഭയങ്കര വിലയായിരുന്നു. ഇതങ്ങനെ നോക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി വളരെ കുറവായിട്ട് തോന്നുന്നു കേട്ടോ. പക്ഷെ അവരോട് പറയരുതെന്നാണ് എന്നോട് എല്ലാവരും പറയുന്നത്. അവരുടെ ഫ്രണ്ടിൽ വെച്ച് വില കുറവൊന്നും പറയരുത്, വില കൂട്ടും. ഇതൊക്കെ എന്ത് വില? ഈ ഗ്രീൻ, ഈ റെഡ്, ഇത് 50? இது வந்து 30 rupees தான். 30. இது ഓക്കെ. ஃபுல்லா தோடாவோட போயிடும். ഓ, ഒന്നിച്ചാണോ എടുത്തോണ്ട് പോകണം? ഓക്കെ, சைஸ் നോക്കട്ടെ ഒരെണ്ണം ഇട്ട് നോക്കട്ടെ. சைஸ் ஓகேயா? சைஸ் ஓகே. യെസ്, ആ, ഇത് കറക്റ്റ് ആയിരിക്കും. Okay. യാ, 4 colors. 4 കളേഴ്സ്. ഇത് നല്ലൊരു കോമ്പിനേഷൻ. ഇതെടുക്കാം. ഓക്കെ, ഇതെടുക്കാം. മെറൂണുണ്ട്, അതിൽ എല്ലാ കളേഴ്സ് ഉണ്ട്. അങ്ങനെ പല കോമ്പിനേഷൻസ് ഉണ്ട്. 180 rupees എന്നാണ് പറഞ്ഞത്. എല്ലാത്തിലും ഒരു പച്ചയും ചുമപ്പും ഉണ്ട് എക്സ്ട്രാ. അങ്ങനെ ഇതൊക്കെ ടെമ്പിളിന് വേണ്ടി കൊടുക്കും. ഇപ്പോൾ ഉത്സവ സമയമാണ്, അതുകൊണ്ട് ഭയങ്കര ഡിമാൻഡാണ്. അത് പിടിച്ച് കൊടുക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. എന്നാലും കുഴപ്പമില്ല, 180 ആണ് ഒരു ബണ്ടിൽ. ഇവിടെ റെയിൻബോ വളയുണ്ടോ? റെയിൻ ഡ്രോപ്സാ?
ഇതാണോ ഇപ്പോൾ എടുത്തത് അല്ലല്ലോ? இல்ல അത് വേറെ. ആ ആ ആ இந்த இருக்கு பாருங்க இதான் ரெயின் ட்ராப். റെയിൻ ഡ്രോപ്സ്. ഇതൊക്കെ വില കൂടുതലാ? ஆமா இது விலை கூட. എത്ര? 120 100. 120. ഓക്കെ, 100-ന് തരും എന്ന് പറഞ്ഞു ഒരു ഡസൻ റെയിൻ ഡ്രോപ്സ്. ഈ റെയിൻ ഡ്രോപ്സ് ഞാൻ അവിടെ നിന്ന് വാങ്ങിച്ചതാണ്, നാഗർകോവിലിൽ നിന്ന്. അതാണ് ഞാൻ ചോദിച്ച വില അറിയാൻ വേണ്ടി. இது கொஞ்ச நாள் கடக்கும் ஓரளவுக்கு. ரொம்ப டேமேஜ் ஆகாது, ரொம்ப இதாகாது, ஓரளவுக்கு கடக்கும். 30 റുപ്പീസ് അല്ലേ? ആ 30 rupees தரலாம். ഇത് റോസ് ഗോൾഡ് പോലെ ഇരിക്കുന്നു. ഓക്കെ, ஆமாம் இது ரோஸ் கோல்டு, இது வந்து ஒயிட் மெட்டல். വൈറ്റ് മെറ്റൽ, ബ്യൂട്ടിഫുൾ പീസസ്. 30 റുപ്പീസ്. ഇത് തന്നെ എടുക്കോ. ക്യൂട്ട്, സിമ്പിളാണ്, പെട്ടെന്ന് കേൾക്കാം, കുറച്ച് ദിവസം ഉപയോഗിക്കാം, അത്രേ ഉള്ളൂ. ഭയങ്കര ഭംഗി. ഇതേ നോക്കൂ, ഈ ബട്ടർഫ്ലൈനൊക്കെ സോ ബ്യൂട്ടിഫുൾ. ഓക്കെ, ഇതും കൂടി എടുക്കൂ. இது வந்து യെല്ലോ ബട്ടർഫ്ലൈ. ഇതൊരെണ്ണം കൂടി എടുക്കൂ. ആ നോക്കട്ടെ, എല്ലാം ബട്ടർഫ്ലൈ തന്നെ. ഓക്കെ, ബട്ടർഫ്ലൈയുടെ ചേഞ്ച് ഓവർ ഡിസൈൻ മാഡൽ. അവിടെ ഓരോന്നും പോലെ. എൻ്റെ കളേഴ്സ് ഇസ് നൈസ്. ഗ്രീനും ഉണ്ടല്ലേ? ഗ്രീനുണ്ട്. നൈസ്. 1 2 3 4. ഇത് തന്നെ മാലയാ? സിംഗിൾ ചെയിൻ അല്ലേ? 65 രൂപ. അഡ്ജസ്റ്റബിളാ ആ മാറ്റിக்கலாம். ഓക്കെ. லாங்காவும் போட்டு ആ ചെറുതാക്കിയും കൂടെ. ഓക്കെ, അഡ്ജസ്റ്റബിൾ ടൈപ്പ്. 65 രൂപ. 65 55 65. യെസ്, 55. ചെറിയ സാധനങ്ങളാണ്, പക്ഷേ രസമല്ലേ, ക്യൂട്ട്. எப்பவுமே வளையல் போடுறப்ப ரெண்டா போட்டீங்கன்னா கொஞ்சம் പൊട്ടില്ല അല്ലേ? ഓക്കെ. ഓ, രണ്ടെണ്ണമായിട്ട് തന്നെ ചെയ്യണം എന്നാണ് പറയുന്നത്, ഇടുമ്പോൾ പൊട്ടാതിരിക്കാൻ. ബലം இது என்ன செய்யணுமா இப்படியே ഇപ്പിടി വെച്ചിട്ട് ഇങ്ങനെ ഓക്കെ ഇങ്ങനെ. ഓക്കെ ഇങ്ങനെ ചെയ്യണം. ഓക്കെ, ക്ഷമയില്ല. ഗോൾഡ്. ഇത് മിനുക്ക് വെളിയിൽ വരുമാ? இது லைட்டா வரும், அதுக்கப்புறம் போயிடும். പോയിടും. ഇത് 160 മതി, ഇത്രയും. പിന്നെ മറ്റേത് 180. പിന്നെ ഇത് ഒരു ഡസൻ. ബാക്കി ഇതെല്ലാം ഒരു ഡസൻ. ഇത് 180, മറ്റേത് 160. പിന്നെ പ്ലെയിന് ഓരോ ഡസൻ വെച്ച് 4 കളേഴ്സ്. യെസ്, ഇതന്നെ. എത്രയെല്ലാം കൂടെ? 830. 630. ഓക്കെ, താങ്ക് യു. ഇത്രയും കുപ്പി വളകൾ വാങ്ങിച്ചു. 630 രൂപ ടോട്ടൽ. ലാഭമല്ലേ? ഡെഫിനറ്റ്ലി ലാഭമാണ്. നമ്മുടെ അവിടെ ഒന്നും കിട്ടാത്ത അത്രയും ലാഭം. ഓക്കെ, ഇനി ഇവിടെ തന്നെ ബോർഡർ ബസാർ എന്ന് പറഞ്ഞതിൻ്റെ ബാക്ക് സൈഡ്, അപ്പുറത്തെ സൈഡിലുണ്ട്. ഒരു ഓട്ടോ പിടിച്ച് പോയാലോ? അവിടെ ഈ സാരീസൊക്കെ കിട്ടുന്ന കുറേ ഷോപ്സ് ഉണ്ട്, വെറുതെ ഒന്ന് കാണാം. ഓക്കെ, ഒരു ഓട്ടോ എത്തിക്കാം. പിന്നെ എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട്, ഞാനിടുന്ന സാരീസൊക്കെ ചേച്ചി ഒന്ന് പറയാൻ പറ്റുമോ ഇങ്ങനെയുള്ള യാത്രകളിലൊക്കെ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുതരാം ഓർമ്മയുള്ളതൊക്കെ. ഇതൊരു സോഫ്റ്റ് കോട്ടനാണ് ഞാൻ ഉടുത്തിരിക്കുന്നത്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ സാരി. ഞാൻ 2 കളർ വാങ്ങിച്ചു, ബ്ലാക്കും മേടിച്ചു, ഇത് നേവി ബ്ലൂ. ഓക്കെ, ഇത് നമ്മുടെ ട്രിവാൻഡ്രം പാർത്താസിൽ നിന്ന് മേടിച്ചാണ്. ഏതാണ്ട് ഒരു 700 ആ റേഞ്ചാണ്, ബിറ്റ്വീൻ 700 and 800. പോവുമാ ബോർഡർ മാർക്കറ്റ്. അതൊരു കോമഡി കേട്ടോ. ഞാൻ ഓട്ടോ പിടിച്ചിട്ട് നടക്കാൻ പഠിച്ചിട്ട് ചുറ്റി വന്നപ്പോൾ അവിടെ ഒരു ക്ലോത്ത് മാർക്കറ്റ് ഉണ്ടെന്ന്, പക്ഷേ അത് അത്രയും വേർത്തല്ല കാണാനായിട്ട്. ഇങ്ങോട്ട് വന്നിട്ട് ഞാൻ പറഞ്ഞു അയ്യോ ഇവിടെ ഫ്രൂട്ട്സിൻ്റെ ഒരു ഹോൾസെയിൽ. നോക്കുമ്പോൾ എന്താ അറിയോ, നമ്മൾ നേരത്തെ പോയ മാർക്കറ്റിൻ്റെ എൻഡാണ്, ഇപ്പുറത്തെ എൻഡാണ്. നമ്മൾ അകത്തുകൂടി ഇങ്ങനെ നടന്ന് വന്ന് എത്തുന്നൊരു സ്ഥലമാണിത്. ഫ്രൂട്ട്സിൻ്റെ ഒരു ഹോൾസെയിൽ നമ്മൾ കണ്ടതാണ്, അതുകൊണ്ട് ഇനി കൂടുതൽ കാണേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇവിടെ കരിക്ക് കുടിച്ചിട്ട് പോവാം. കരിക്ക് ഗൗളി തേങ്ങയാണ് കേട്ടോ, ഗൗളിക്കരിക്ക്. നല്ല ദാഹം, ഒരു രക്ഷയില്ല. ഭയങ്കര എക്സോസ്റ്റഡ് ആവണം. ഇവിടുത്തെ ഒരു എന്താ പറയുക, വെയിലൊക്കെ കുറേ കൊള്ളുന്നുണ്ടായിരിക്കും, ഡ്രൈ ആവണം നമ്മൾ. ഇനി ഇത് കഴിഞ്ഞിട്ട് ഗൗരി ശങ്കർ എന്ന് പറഞ്ഞ് ഇവിടെ ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറൻ്റ് ഉണ്ട്, ഈ ഏരിയയിൽ തന്നെയാണ്. അവിടെ പോയി എന്തെങ്കിലും കഴിക്കാം. എത്ര? 70 രൂപ. മധുരമുണ്ട്, ഭയങ്കര മധുരമല്ല, എന്നാലും കുഴപ്പമില്ല. ഒരു നാച്ചുറൽ ഗ്ലൂക്കോസ്.
പാക്ക് ചെയ്ത് കൊടുക്കുന്നതാണ് കേട്ടോ. കെട്ടി ഓർഡർ കഴിച്ചു. ഒരു ഇഷ്ടംപോലെ വെള്ളം ഉണ്ടായിരുന്നു അതിനകത്ത്. വാട്ടർ അകത്തൊന്നും ഇല്ലല്ലോ, തണ്ണി മതി. കുടിച്ചു മാക്സിമം. എനിക്ക് വയ്യായിരിക്കും കുടിക്കുന്നത്. കുറച്ചേ ഉള്ളൂ ബാലൻസ്. അകത്തുണ്ടോ പീസ്? ഉണ്ടോ ഇൻസൈഡ്? ഇത് കൊച്ചങ്ങ പോലെയാണോ? മധുരമുണ്ട്, പക്ഷെ കുറച്ച് മധുരം ഉണ്ടായിരുന്നു. ഇറ്റ്സ് ഓക്കെ. കുറച്ച് കിട്ടി. ലിറ്റിൽ ഇത്രേ ഉള്ളൂ. കഴിഞ്ഞു. നാച്ചുറൽ ഫുഡായതുകൊണ്ട് നമുക്കത് ഭയങ്കര നല്ലതാണ് ഹെൽത്ത് വൈസ്. ഓക്കെ, ഹോട്ടലിൽ ഞാൻ അവിടെ പിടിച്ച് നിർത്തി. പൈസ കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ ഇനി ഗൗരി ശങ്കർ ഹോട്ടൽ. ഗൗരി ശങ്കറിൻ്റെ ഫ്രണ്ടിലെത്തി. അതെ, ഇതാണ്. ഇഡ്ഡലി നല്ലതാണ്. ഇവിടുത്തെ എല്ലാ ടൈപ്പ് ദോശയുണ്ട്. പിന്നെ ഗൗരി ശങ്കർ വെച്ച ബ്രാൻഡ് ആക്ച്വലി. പിന്നെ റവ ദോശ, ഗീ റോസ്റ്റ്, മസാല ദോശ, അങ്ങനത്തെ എല്ലാം ഉണ്ട്. പിന്നെ ഇവിടെ ഇടിയപ്പം, അപ്പം, അങ്ങനത്തെ പണിയാറംസ് കിട്ടും. പക്ഷേ ഇന്നത്തെ ദിവസം പണിയാറമില്ല, അതുകൊണ്ട് പണിയാറം ഡ്രോപ്ഡ്. പിന്നെ ഇടിയപ്പം ഞാനിപ്പോൾ പറഞ്ഞിരിക്കുന്ന ഇടിയപ്പം പറഞ്ഞു. പിന്നെ ചില്ലി പൊറോട്ട പറഞ്ഞു. ആൻഡ് ഇഡ്ഡലി പറഞ്ഞു. ഇഡ്ഡലി ആകുമ്പോൾ സോഫ്റ്റ് ഫുഡാണ്, വയറിന് ഓക്കെയാണ്. അപ്പോൾ ഒരു വൈകുന്നേരത്തെ റിഫ്രഷ്മെൻ്റ് ആയിക്കോട്ടെ. സത്യം പറഞ്ഞാൽ വയറിൽ സ്ഥലമില്ല, എങ്കിലും എക്സ്പെരിമെൻറ്റിംഗ് ആണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൂടിയാണ് കേട്ടോ ഇതെല്ലാം കഴിക്കാനൊക്കെ വരുന്നത്. അതായത് ഇവിടുത്തെ ഏറ്റവും ബെസ്റ്റ് ഒരു ഫുഡ് ഔട്ട്ലെറ്റ്സാണ് കാണിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഭയങ്കര എക്സ്പെൻസീവായിട്ടുള്ളതല്ല, പക്ഷേ ഭയങ്കര ഫേമസും നല്ല ഭക്ഷണവും വരുന്ന ആൾക്കാരെല്ലാം ഇവിടെ ഭയങ്കര തിരക്കുള്ള കടകളാണ് ഇതെല്ലാം. ഇത് ഈ ഒരു ടൈം ആയതുകൊണ്ടാണ് ഇച്ചിരി തിരക്ക് കുറഞ്ഞിരിക്കുന്നത്. ഓക്കെ, പക്ഷേ വെളിയിൽ ചായയുടെ കൗണ്ടറിൽ നല്ലതാണ് ഓപ്പണായിട്ട്. അവിടെ കുറച്ച് സ്നാക്സ് ആൻഡ് ടീ വെച്ചിട്ടുണ്ട് ഫ്രണ്ടിൽ. അവിടെ ഇടിയും നല്ലതാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ അകത്ത് വന്ന് ജസ്റ്റ് ഒന്ന് കഴിക്കുന്നു, എന്നിട്ട് തിരിച്ച് ഹോട്ടലിലേക്ക്, എന്നിട്ട് വീണ്ടും ഇറങ്ങുന്നു. ഓക്കെ, ഡ്രസ്സൊക്കെ മാറിയിട്ട് ഈവനിങ് കാഴ്ചകൾ കണ്ടേ. കുറച്ച് നൈറ്റ് മൂഡിലേക്ക് നമ്മൾ പോകും. ഇപ്പോൾ 5:30 മണി 6 മണി ആകാറായി. വിത്തിൻ ഹാഫ് ആൻ അവർ തിരിച്ച് ഹോട്ടലിലെത്തണം. ഡ്രസ്സ് മാറി ഓട്ടോ വെയിറ്റിംഗ് ആണ്. ആ ഓട്ടോയിൽ തന്നെ നമ്മുടെ കാർ കിടക്കുന്ന സ്ഥലത്ത് കൊണ്ടുവിടും. കാറിൽ കയറി തിരിച്ച് ഹോട്ടലിലെത്തി ഡ്രസ്സ് മാറുന്നു. പിന്നെ നമ്മൾ നൈറ്റ് കാഴ്ചകൾ കാണാൻ നടക്കും. ആ വിശേഷങ്ങളൊക്കെ നിങ്ങൾ അടുത്ത വീഡിയോയിലായിരിക്കും കാണുന്നത്. അപ്പോൾ ഇന്ന് ഇപ്പോൾ ഞാൻ ഭക്ഷണം കഴിച്ചാൽ തൂത്തുക്കുടിയിൽ നിങ്ങൾ വരുവാണെങ്കിൽ നിങ്ങൾ എവിടെ നിന്നെല്ലാം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം, വെജിറ്റേറിയൻ എല്ലാ ഹോട്ടൽസ് ഏതാണ്, ടിഫിൻ എവിടെ, ഡിന്നർ എവിടെ, നോൺ വെജ് കഴിക്കേണ്ടത് എങ്ങനെയാണ്, ലഞ്ചിന് എവിടെ പോകണം, അതിനൊരു ഗൈഡ് ലൈൻ പോലെ ഞാൻ എൻ്റെ എക്സ്പീരിയൻസിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കാൻ നോക്കുന്നുണ്ട്. എന്തൊക്കെ കാണാനുണ്ട്, എന്തൊക്കെ ഷോപ്പ് ചെയ്യാം, എന്താണ് ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത. ഇനി ഇവിടെ അരച്ച് കലക്കി കുടിച്ചുകൊണ്ടിരിക്കുന്നത് തൂത്തുക്കുടി. ഇനി ഒന്നും ബാക്കി വെക്കാത്ത രീതിയിലാണ് ഞാൻ കാണുന്നത്. ഇവിടുത്തെ പള്ളിയാണോ, ഏത് പള്ളിയാണ്, ബീച്ച് ഏരിയാസ്, ഇത് ഭയങ്കരമായിട്ട് അഡ്വാൻസ്ഡ് ആയിട്ടൊരു സ്ഥലമാണ്. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ ഹാർബറുണ്ട്, അതായത് പോർട്ടുണ്ട്. പിന്നെ മാത്രമല്ല ഇവിടെ ഒരു എയർപോർട്ട് ഉണ്ട്. ഇപ്പോൾ 2-3 ദിവസം മുന്നെയാണ് മോദിജി വന്നിട്ട് അത് ഇനോഗ്രേറ്റ് ചെയ്തത്, ന്യൂ എയർപോർട്ട് തൂത്തുക്കുടിയുടെ. ഇത് ശരിക്കും ഭയങ്കര സംഭവമാണ്. പിന്നെ അതുപോലെ വിൻമിൽസിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ കുറേ സ്ഥലത്തുണ്ട്. നമ്മൾ പോയ വഴിക്കെല്ലാം വിൻമിൽസിൻ്റെ ഒരു ഏരിയ ഉണ്ട്. നമ്മൾ കട്ടബൊമ്മൻ്റെ മെമ്മോറിയലിൽ പോയ വഴിക്ക് വിൻമിൽസിൻ്റെ ഒരു ഏരിയയാണ് ആ ഭാഗം. പിന്നെ വിൻമിൽസ്, അതുപോലെ ഇവിടുന്ന് അങ്ങോട്ടേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങൾ. പിന്നെ ഹൈഡ്രജൻ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ട് ചെയ്ത് വരുന്നത് ഇവിടുത്തെ പോർട്ടിലാണ് ഹൈഡ്രജൻ. അത് അവിടെ എത്തിയിട്ടാണ് ഇവിടുന്ന് അതിനൊരു പ്രത്യേക രീതിയിലുള്ള ട്രാൻസ്പോർട്ടിങ് സംവിധാനമുണ്ട്. അങ്ങനത്തെ വാഹനത്തിലാണ് ഇത് കൊണ്ടുപോകുന്നത് ഓരോരോ ആവശ്യങ്ങൾക്ക്. ഹൈഡ്രജൻ്റെ ഒരു ഇമ്പോർട്ടിങ് സെൻറ്ററും കൂടിയാണ് തൂത്തുക്കുടി. ഷിപ്പ് മാർഗ്ഗമാണ് ഇവിടെ വരുന്നത്. അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. ഭയങ്കര ഡെവലപ്ഡ് ആയിട്ടുള്ളൊരു ഏരിയ ഉണ്ട് ഇവിടെ. കാര്യം നമുക്ക് ട്രിവാൻഡ്രത്ത് തന്നെ ഇപ്പോൾ വിഴിഞ്ഞം പോർട്ട് വരുന്നു എന്ന് പറഞ്ഞാൽ, അപ്പോൾ ആ ഭാഗം എല്ലാം ഡെവലപ്പ് ആവുമെന്ന് പറയുന്നില്ല. ഇപ്പോൾ ഇനിയിപ്പോൾ ട്രിവാൻഡ്രത്തിൻ്റെ മുഖച്ഛായ തന്നെ മാറുന്നത്. ഇപ്പോൾ ഓൾറെഡി വിഴിഞ്ഞം പോർട്ട് വന്നു. അപ്പോൾ ഇനി ഒരുപാട് ഇൻഡസ്ട്രീസ് അതുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ ഉണ്ടാകും. അവിടെ പ്രൊഡക്ഷൻ യൂണിറ്റുകൾ വരും, മാനുഫാക്ചറിങ് സ്ഥലങ്ങൾ. അങ്ങനെ ഭയങ്കര ഒരു ഡെവലപ്മെൻ്റാണ് ആ സ്ഥലത്ത് തന്നെ. അതുപോലെ ഇവിടെ കുറേ കാലമായിട്ട് ഈ പോർട്ട്, ഇത് ഭയങ്കര ഒരു പോർട്ടുള്ള സ്ഥലമാണ്. എന്താ പറയുക, പാണ്ഡ്യ രാജാക്കന്മാരുടെ കാലം തൊട്ട് ഇത് ഇമ്പോർട്ടൻ്റാണ്. ഓക്കെ, കുഴപ്പമില്ല. യെസ്, ഇലയാണ്. ഇലതേ എവിടെ ഇല കണ്ടാൽ നമ്മളപ്പോൾ തന്നെ വെള്ളം ഒഴിക്കണം. അതിവിടെ എല്ലാം ചിക്കയാണ് കേട്ടോ, വെള്ളത്തിൽ കഴുകണം. ഓക്കെ.
ഇടിയപ്പം, സ്റ്റ്യൂ, കുറുമ. ഇഡ്ലിക്ക് ചട്നി പൊടി സാമ്പാർ. ആ ഓക്കെ. ഇത് ഇഡ്ലി, പൊടി, സാമ്പാർ, ചട്നീസ്. ഇടിയപ്പത്തിന് സ്റ്റ്യൂ ആൻഡ് കുറുമ. ഓക്കെ, ഇത് കുറുമ. പുള്ളിക്ക് ബുദ്ധിയുണ്ട്. ഞാൻ ഒരുപാട് ഐറ്റം പറഞ്ഞുകൊണ്ട് പുള്ളി അത് കറക്റ്റ് ആവശ്യത്തിന് മാത്രം കൊണ്ടുവന്നു കേട്ടോ, ഒരെണ്ണം വെച്ച്. ഓ, അതൊരു ഭയങ്കര ഉപകാരമായി. ഇത് സ്റ്റ്യൂ ആൻഡ് ഇടിയപ്പം. 2 ഓപ്ഷനാണ് ഇതിൻ്റെ കൂടെ തരുന്നത് കേട്ടോ. നൈസ് സ്റ്റ്യൂ, കുറുമ. ഇടിയപ്പം വീശപ്പം പോലെ എന്നാണ് ഇരിക്കണേ. കുറുമ ഇസ് ഓൾസോ നൈസ്. പുള്ളിക്ക് ഭയങ്കര ഇൻ്റലിജൻ്റാണ്. കുറേ കാര്യം ഓർഡർ ചെയ്യുന്നുണ്ട് പുള്ളി. ഇങ്ങനെ ഓരോന്നായിട്ട് കൊണ്ടുപോകും. ഒരു ഇലയിൽ തന്നെ ഇഡലി ഇടിയപ്പം കോംബോ ആക്കി തന്നു. പിന്നെ നമ്മുടെ ഇഡ്ഡലി, ഇത് മല്ലിച്ചട്നി, തേങ്ങാ ചട്നി, ഇതിൻ്റെ കൂടെ സാമ്പാറുണ്ട്. അതേ പൊടി, അതാണ് എന്നെ ഏറ്റവും അട്രാക്റ്റ് ചെയ്തിരിക്കുന്ന സംഭവം. പക്ഷെ ഇതിലെല്ലാം നല്ലെണ്ണയിലാണ് കേട്ടോ മിക്സ് ചെയ്യുന്നത്. നല്ലെണ്ണ, ഇറ്റ്സ് ഗുഡ്. ജിഞ്ചലി ഓയിൽ, ഗുഡ് ഫോർ ഹെൽത്ത്. ഞാൻ പൊടി ഇഡ്ഡലി ആക്കാൻ പോകും. അയ്യോ, പൊടി ഇഡ്ഡലി. വാവ്, നല്ല നല്ലെണ്ണയുടെ ടേസ്റ്റ്. ചില്ലി പൊറോട്ടയും വന്നു. സാമ്പാർ, കൊച്ചു ബക്കറ്റിൽ സാമ്പാറും ഉണ്ട്. ആദ്യം ഇത് ടേസ്റ്റ് പറഞ്ഞിട്ട് പോവാം. നൈസ് ചട്നി, അടിപൊളി. നല്ലെണ്ണയുടെ സ്വാദ് ഇഷ്ടപ്പെടുന്നവർക്ക് ഈ പൊടി ഇഡ്ഡലി ഗംഭീരമാണ്. ആൻഡ് സാമ്പാർ. നല്ല ചൂട് സാമ്പാർ, വെരി ഹോട്ട്. ഇവിടെ എല്ലാ കടകളിലും, ടെക്സ്റ്റൈൽ ഷോപ്സിലെല്ലാം, വലിയ കടകളിലെല്ലാം ആടി സെയിൽ നടക്കുകയാണ്. ഇഷ്ടം പോലെ സാരി ഡിസ്കൗണ്ടിൽ കിട്ടും. ഞാൻ നാഗർകോവിൽ പോയി വാങ്ങിച്ചില്ല. അതുപോലെ നാഗർകോവിൽ രാധാസില്ലേ നമ്മൾ പോയ, ശ്രീ രാധാസ്. നല്ല സോഫ്റ്റ് ഫുഡാണ്. ചില്ലി പൊറോട്ട പറഞ്ഞു, അത് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ആസ്വദിച്ച് കഴിക്കും. ഇഡലി എപ്പോഴും ഒരു കംഫർട്ട് ഫുഡാണ്. സ്റ്റീംഡാണ്. ബ്രേക്ക്ഫാസ്റ്റായിട്ട്, ഡിന്നറായിട്ട്, ഈവനിങ് എപ്പോൾ വേണമെങ്കിലും കഴിക്കാൻ പറ്റുന്ന ഒരു ഭക്ഷണമാണ്. ഇതാണ് ഇവരുടെ ചില്ലി പൊറോട്ട. കൊള്ളാം. പൊറോട്ട പീസസ് ഡീപ് ഫ്രൈഡ്. അത് കഴിഞ്ഞിട്ട് മസാല ഉണ്ടാക്കിയിട്ട് മിക്സ് ചെയ്തത്. കരുവേപ്പില, ഒരു ജ്യൂസ് വേണം. സാത്തുക്കുടി, ഐസ് ഷുഗർ മീഡിയം. സാത്തുക്കുടി ഓറഞ്ചിൻ്റെ ജ്യൂസ് കുടിക്കണം. ഓക്കെ, വെള്ളം ധാരാളം കുടിക്കണം, ഹൈഡ്രേറ്റ് ചെയ്യണം. ഞാൻ ഒരുപാട് വെയിൽ കൊള്ളുന്നുണ്ട്. കരിക്ക് കുടിച്ചല്ലോ. നമ്മൾ ഇഷ്ടപ്പെട്ട മിൽക്ക് ഷേക്സ് ഉണ്ട്. ഫുൾ ലിസ്റ്റ് പോയിക്കൊണ്ടിരിക്കുക. പിന്നെ കോൾഡ് കോഫിയുടെ വേരിയേഷൻ നോക്കും. ബട്ടർ സ്കോച്ച് കോൾഡ് കോഫി പ്ലെയിൻ, ചോക്കോ കോൾഡ് കോഫി, അതൊക്കെ നമ്മൾ കാണുന്നതാണ്. പക്ഷേ ബട്ടർ സ്കോച്ച് കോൾഡ് കോഫി ഇസ് ഡിഫറെൻറ്റ്, സംതിങ് ഡിഫറെൻറ്റ്. ഇത് കൊള്ളാക്കാം. ചില്ലി പൊറോട്ട. പൊറോട്ടയ്ക്കൊരു കരികരിപ്പ്, വറുത്ത പൊറോട്ട. ആ പൊറോട്ടയുടെ കരികരിപ്പ് പോകുന്നതിന് മുമ്പ് കഴിക്കണം. അപ്പോൾ കൂടുതൽ സ്വാദ്. അതിൻ്റെ കൂടെ തന്നത് സാലഡാണ്. അത് ചുള്ളി. നോക്കിയേ, നിങ്ങൾ തൈരെന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെയാണ് കുറച്ചിങ്ങനെ ലൂസായിട്ട് ഇതിൻ്റെ കൂടെ തരുന്നത്. പാലൊഴിച്ച് തരുന്ന പോലെ തോന്നും. വിത്ത് സലാഡ് കഴിക്കാനുള്ള ശ്രമമാണ്. നല്ല കോംബോ, കൊള്ളാം. പിന്നെ മാതളത്തിൻ്റെ ജ്യൂസ് എത്തി. ചെറിയൊരു മധുരവും ഇച്ചിരി ഐസും.
ആ എന്തൊരാശ്വാസം. എനിക്കിഷ്ടമാണ് മാതളത്തിൻ്റെ ജ്യൂസ്. ടേസ്റ്റി, കൂളി, റിഫ്രഷ്. ഇതൊക്കെ സിട്രസ് ഫ്രൂട്ടാണല്ലോ, വൈറ്റമിൻ സിയുടെ ഉറവിടമാണ് ഇതിന്. ഈ വെള്ളത്തിനിടയിൽ നമ്മളിങ്ങനെ ഇതൊക്കെ സെൽഫ് കെയർ തന്നെയാണ് കേട്ടോ. കരിക്ക് കുടിക്കുന്നത്, മോസംബി, പിന്നെ അല്ലെങ്കിൽ ഓറഞ്ച്, അല്ലെങ്കിൽ മാതളത്തിൻ്റെ പൊമഗ്രാനൈറ്റ് ജ്യൂസ്, ഇങ്ങനത്തെ ജ്യൂസൊക്കെ ഓപ്റ്റ് ചെയ്യുന്നതല്ല. വാട്ടർമെലൺ, സമയം ഇസ് വെരി പ്രഷ്യസ്. ഇനി പെട്ടെന്ന് തിരിച്ച് ഓട്ടോ ഇസ് വെയിറ്റിംഗ്, തിരിച്ച് ഹോട്ടലിലേക്ക് പോകണം. അങ്ങനെ ഗൗരി ശങ്കറിൽ നിന്ന് ഇറങ്ങുന്നു. ഇപ്പോൾ 6:30 മണി ആകാറായി. പക്ഷേ വെളിച്ചം പോയിട്ടില്ല കേട്ടോ, ഓട്ടോ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇവിടെ വൈൻഡപ്പ് ചെയ്തു. വീഡിയോ ലെങ്ത് അല്ലെങ്കിൽ ഒരുപാട് കൂടും. പക്ഷെ ഞാനിനി പോയിട്ട് ഞാൻ പറഞ്ഞല്ലോ ഡ്രസ്സൊക്കെ മാറിയിട്ട് നൈറ്റ് വൈബ്സ് പിടിക്കാനായിട്ട് ഇറങ്ങാൻ പോവാണ്. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളൊക്കെ ഇനി അടുത്ത വീഡിയോയിൽ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കട്ടെ. അപ്പോൾ താങ്ക് യു സോ മച്ച്, താങ്ക് യു ഫോർ വാച്ചിങ്. കൂടുതൽ കാഴ്ചകളുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ